ആർജിത കുട്ടിയാണ് എത്തുന്നത്. So let's welcome ആർജിത on stage. ഹലോ. ഫാൻസും ഫ്രണ്ട്സും അല്ലേ? അടി നടക്കോ ഇവിടെ? ഇതൊരു യുദ്ധക്കളമായി മാറ്റിയല്ലോ എന്റെ ആർജിത. വല്ല അറിയുന്നുണ്ടോ? ഞാനെല്ലാം അറിഞ്ഞു. എല്ലാം അറിയുന്നു. അർജുന്റെ പാട്ട് കേൾക്കാൻ വേണ്ടി ഒരുത്തൻ വന്ന് ഫ്രണ്ട് വന്നിരിക്കുന്നു. ഞാൻ അങ്ങനെ ആരും കണ്ടില്ലെന്ന് വിചാരിച്ചു. നീ രണ്ട് പാട്ട് മുമ്പേ വന്നിരിക്കും. മനസ്സിലാവാത്ത പോലെ അതാ ഇരുട്ടത്ത് വന്നിരിക്കുക. കാരണം ആരും കാണാതെ കാലുമേല് കാലൊക്കെ കയറ്റി ഒരു കുപ്പി വെള്ളമൊക്കെ. സാധാരണ നമ്മൾ ഈ നാടകമൊക്കെ കാണാൻ പോകുമ്പോഴത്തേക്ക് ഫ്രണ്ടിൽ കയറി ഇരിക്കുമല്ലേ മണലില് എന്ന് പറഞ്ഞ പോലെ. പേരൻസ് ഒക്കെ ഉണ്ട് കേട്ടാ, നീ നോട്ട് ഇട്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ അവന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ്. അതന്നെ അവന്. പക്ഷേ അവൻ അങ്ങനെയാണോന്ന് എനിക്കറിയില്ല. അവൻ ഒറ്റപ്പെട്ട് ഓടാനും പറ്റത്തില്ല അവിടുന്ന്. ആരുമില്ല, കാണുന്നില്ല. നിന്റെ ഫ്രണ്ട്സ് ആയിട്ട് വരുന്നവർക്കൊക്കെ 100 നാവാണല്ലോ നിന്റെ. അതേ ഒരു തടസ്സം ഉണ്ടോ? അവനെ മാറ്റണോ അവിടുന്ന്? കുറച്ച് ഈസിനെസ് കിട്ടണം. വേണ്ട, കുഴപ്പമില്ല. ഈ അർജുന്റെ അമ്മയെ ഞാൻ ഇപ്പഴാ ശരിക്കും അടുത്ത് കാണുന്നത്. ഒരു കൊച്ചു കുട്ടി, ഒരു കണ്ടസ്റ്റന്റ്. ഇത് കണ്ടസ്റ്റന്റ് ആണെന്ന് വിചാരിക്കും നമ്മള്. അർജുന്റെ അമ്മ പാട്ട് പാടുവോ? ഇത് പറഞ്ഞപ്പോ ഒരാളുടെ സന്തോഷം കാണിച്ചില്ല. ഹിഡൻ ക്യാമറ വെച്ച് കണ്ണില് ആ സമയത്ത് ആ കണ്ണിലുണ്ടായ ആ ഒരു അർജുന്റെ അമ്മ വേറെ ആരെ ശ്രദ്ധിച്ചില്ലല്ലോ, അവനെ ഒന്ന് ശ്രദ്ധിച്ചോട്ടോ. ഉണരും പുതുവെയിലിൻ പുലരി ചൂടിൽ ആടരും നറുമലരിൻ ഇതളിൻ കൂട്ടിൽ പറന്നിറങ്ങും ഇണക്കിളി നിൻ കുരുന്നു തൂവൽ പുതപ്പിനുള്ളിൽ പറന്നിറങ്ങും ഇണക്കിളി തൻ കുരുന്നു തൂവൽ പുതപ്പിനുള്ളിൽ തേടുന്നു തേടുന്നു വേനൽ കൂടിൽ തേടുന്നു തേടുന്നു വേനൽ കൂടിൽ. എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട് ചേച്ചി? ഈ സെയിം ലിറിക്സ് തന്നെ വേറെ പാട്ടിൽ യൂസ് ചെയ്തിട്ടുണ്ട്. പൂക്കാലം വന്നു ആ ലിറിക്സ് എടുക്കാം ഇങ്ങനെ. വേറൊരു ട്യൂൺ സെയിം ഉണ്ടാക്കിയതാണോ? ഇപ്പൊ ഉണ്ടാക്കിയത് അപ്പൊ കിട്ടിയ ലിറിക്സ് വെച്ചിട്ട് പാട്ടുണ്ടാക്കാൻ നമ്മളെ പറ്റി. ഇങ്ങനെ ഉണ്ടാക്കാൻ അതെ, അത് സാറ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. സംഗീത സംവിധായകനെ ആരെങ്കിലും യൂസ് ചെയ്യൂ പ്ലീസ്. ഇല്ലെങ്കിൽ ഞങ്ങള് വളരെ അനുഭവിക്കുന്നു. അണ്ണാ നമസ്കാരം. എന്നോടാണോ? മഴ ഭയങ്കര ഉഷാറാണല്ലോ. വരുന്ന വഴി തന്നെ. നമസ്കാരം അണ്ണാ, എനിക്ക് ഈ ഡ്രസ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അണ്ണാന്ന് വിളിച്ചോണ്ടല്ല, ബ്യൂട്ടിഫുൾ, നല്ല കോമ്പിനേഷൻ അല്ലേ? അപ്പൊ റിമിമോക്കൊന്നും മോളെ ഒരു കാര്യം പറയട്ടെ. നമ്മള് രണ്ടാളും ഒരു പ്രൊഫൈൽ എടുത്തില്ലേ, അത് ടെലികാസ്റ്റ് ചെയ്യപ്പോ ചെറുതായിട്ടൊന്ന് വൈറലായി. അതിപ്പോ കൊഴപ്പായി. എന്നാ വെച്ചാല് എനക്ക് വില്ലേ പോവാൻ പറ്റുന്നില്ല. മൊത്തം ഭീഷണി എനക്കും റിമോൾക്കും എതിരെ. അമേകും ദേവതീർത്ഥം ഞാൻ നോക്കിക്കൊള്ളാം, കുഴപ്പമില്ല. അത് വൈറലായല്ലേ? അത് വൈറലായി. അണ്ണൻ ഉഗ്രനായിട്ട് അഭിനയിച്ചു കേട്ടോ. അതിന്റെ പുറകെ വന്ന് ചുരിദാർ പിടിച്ച് വലിക്കുന്നു. അപ്പൊ ഞാൻ വേണ്ട വേണ്ട, പിന്നെ അണ്ണൻ പിന്നെയും പുറകെ വന്ന് ശല്യപ്പെടുത്തി. നോ 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 എന്നൊക്കെ നമ്മള് ഉള്ളിലൊരു നടൻ ഒളിഞ്ഞിടപ്പോ. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.